നമ്മളുടെ സമാന കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നൊക്കെ പറയും. ഇവരാണ് നമ്മളുടെ ഭരണകൂടത്തിനെയും ആ ഒരു സിസ്റ്റത്തിനെ, നമ്മളെ ഭരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഉള്ളത്. അവരെപ്പോഴും അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ കോരിത്തരിക്കാറുണ്ട്. ചിലപ്പോൾ അവർ എഴുത്തുകാരായിരിക്കും, പാട്ടുകാരായിരിക്കും, അവര് സാംസ്കാരികമായിട്ട് അവരെല്ലാവരും ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ പറയുന്ന സംസ്കാര നായകന്മാർ പലരും അതിൽ അക്ഷരമൊക്കെ ഒന്ന് കുറച്ച് വേറെ രീതിയിൽ കളിയാക്കി പറയാറുണ്ട്. പറയുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. ഈ നായകന്മാർ മിണ്ടാതെയിരിക്കും. അത് ഈ ഭരണകൂടത്തിന്റെ തന്നെ നാശത്തിന് പിന്നീട് കാരണമാകും. അതെല്ലാവർക്കും അറിയാം. പണ്ട് മഹാഭാരത യുദ്ധ സമയത്തും അല്ലെങ്കിൽ ആ കൗരവ സഭയിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. അന്നത്തെ അവിടെ ആ ഒരു സാംസ്കാരിക നായകന്മാര് മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ഭീഷ്മരുടെ മൗനമാണ് ഇതിനൊരു കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും. അദ്ദേഹത്തിന് പൊതുവെ പറയുന്നത് തന്നെ കുരുവംശത്തിന്റെ രക്ഷകനായിട്ടാണ്. രക്ഷിക്കണം എന്ന ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ദുശാസനെ തടയണമായിരുന്നു. അദ്ദേഹം തടഞ്ഞില്ല. ദുശാസനൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മഹാഭാരത യുദ്ധത്തിലേക്ക് വഴിതിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു അച്ഛനാണെങ്കിൽ പോലും മക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അതിന് വഴക്ക് പറയും. ധൃതരാഷ്ട്രർ അതിനും ഒന്നും പറഞ്ഞില്ല. അതായത് അച്ഛൻ എന്ന ആ ഒരു കടമ ധൃതരാഷ്ട്രർ ചെയ്തില്ല എന്ന് പറയാം. ഗുരു എന്നുള്ള ഒരു കടമ ദ്രോണരും ചെയ്തില്ല. അവരുടെ കുലഗുരുവായിട്ടുള്ള കൃപാചാര്യർ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹവും ഒന്നും ചെയ്തില്ല.